Hi, welcome to Sunny Thoughts. I will take that life. F1 ഇന്നാണ് പടം കാണാൻ സാധിച്ചത്. നല്ല റിവ്യൂ കേട്ടപ്പോൾ പടം കാണണമെന്നുണ്ടായി, പക്ഷേ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ബുക്ക് ചെയ്തു. അന്ന് കഷ്ടകാലത്തിന് ഹർത്താലായിരുന്നു. ഐഫോണിൽ ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായി, ഹാപ്റ്റിക് വൈബ്രേഷനോട് കൂടി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ആ പടം ഒന്ന് കാണാം. കഥയിലേക്ക് വരുമ്പോൾ, നായകൻ റേസിങ്ങിൽ പണ്ടൊരു പുലിയായിരുന്നു. പിന്നെ അത് വിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നു. പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷം കൂട്ടുകാരന് വേണ്ടിയിട്ട് ആ റേസിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ സ്ഥിരം കണ്ടുമടുത്തൊരു കഥ തന്നെ. ഇഷ്ടംപോലെ കഥകൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും BGM ഇതൊക്കെ കൂടി ആ പടം അപ്ലിഫ്റ്റ് ചെയ്തേക്കുന്നു. അന്യായ മേക്കിങ്. ഒരു സീനിൽ BGM ഇല്ലാണ്ട് ഒരു സീൻ വരുന്നുണ്ട്. ഒരു ഹാർട്ട് ബീറ്റ് മാത്രം കേട്ടുകൊണ്ട് BGM എല്ലാം ഓഫാവും, സൗണ്ട് എല്ലാം ഓഫായി ആ ഹാർട്ട് ബീറ്റ് മാത്രമേ കേൾക്കുള്ളൂ. അതിൻ്റെ കൂടെ ആ കാറിലിരുന്ന് നമ്മൾ പോകുന്നൊരു ഫീലും. എൻ്റെ പൊന്നോ, അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഐറ്റമാണ്. ആ ഒരു സീൻ കണ്ടാൽ തന്നെ നമുക്ക് ആ കാശ് മുതലാവും. പടം എനിക്കിഷ്ടമായി. പക്ഷേ ഇതൊരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. നല്ലൊരു സ്ക്രീൻ, നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ലൊരു അത്യാവശ്യം വലിയൊരു സ്ക്രീനിൽ കാണാൻ പറ്റുകയാണെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ IMAX-ൽ തന്നെ കാണുക. Sonny Hayes isn't a has-been. He's a never was. This thing can be your legacy. An F1 champion. What you always wanted, right?